പെപ് ഗാർഡിയോളയുടെ നീലപ്പടിക്കെതിരെ സ്വന്തം തട്ടകത്തിലിറങ്ങുമ്പോൾ യുണൈറ്റഡിന് കണക്കുകൾ പലതുണ്ട് തീർക്കാൻ. 2023 എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഓൾഡ് ട്രഫോർഡിൽ യുണൈറ്റഡ് സിറ്റിയോട് അടിയറവ് പറഞ്ഞത്. അതിനുശേഷം നാളിതുവരെ സ്വന്തം കാണികൾക്ക് മുന്നിൽ സിറ്റിയെ വീഴ്ത്താൻ യുണൈറ്റഡിന് ആയിട്ടില്ല. ഇത്തിഹാദിൽ സിറ്റിയെ വീഴ്ത്തിയെങ്കിലും മാഞ്ചസ്റ്റർ ഡെർബിയിലെ അവസാന 5 മത്സരത്തിൽ 1-ൽ മാത്രമാണ് യുണൈറ്റഡിനെ വിജയിക്കാൻ കഴിഞ്ഞത്. സ്വന്തം കാണികൾക്ക് മുന്നിൽ ജയത്തിൽ കുറഞ്ഞതൊന്നും യുണൈറ്റഡ് ലക്ഷ്യം വെക്കുന്നില്ല. അവസാന 3 മത്സരത്തിലും സമനില വഴങ്ങിയാണ് ഇരു ടീമുകളും ഇന്ന് നേർക്കുനേർ എത്തുന്നത്. കിരീട പോരാട്ടത്തിൽ ആഴ്സണലിനൊപ്പം എത്താൻ സിറ്റിക്ക് ജയം അനിവാര്യമാണ്. ഇരു ടീമുകളും ജീവൻ മരണ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ഓൾഡ് ട്രഫോർഡിന്റെ പുൽമൈതാനത്തിന് തീ പിടിക്കുമെന്നുറപ്പ്. കപ്പിനും ചുണ്ടിനും ഇടയിൽ പലതവണ കൈവിട്ട കിരീടം ഇക്കുറി ലണ്ടനിൽ എത്തിക്കുമെന്ന ഉറപ്പിലാണ് ഗണ്ണേഴ്സിന്റെ കുതിപ്പ്. അവസാന മത്സരത്തിൽ ലിവർപൂളിനോട് സമനില വഴങ്ങിയ ഗണ്ണേഴ്സ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ വീഴ്ത്തി 1-ാം സ്ഥാനത്ത് തുടരാനാണ് ഇറങ്ങുന്നത്. വിജയവഴിയിൽ തിരിച്ചെത്താൻ ചെൽസി, ആസ്റ്റൺ വില്ല, ടോട്ടനം ടീമുകളും ഇന്നിറങ്ങും. ചെൽസിക്ക് ബ്രെൻഫോർഡും ടോട്ടനം വെസ്റ്റ് ഹാമിനെയും നേരിടും. ലിവർപൂളിനെ ബേൺലിയാണ് എതിരാളികൾ. ആഫ്രിക്കൻ നേഷൻസ് കപ്പിന് ശേഷം ലിവർപൂൾ നിരയിൽ സൂപ്പർ താരം മുഹമ്മദ് സല തിരിച്ചെത്തും. സ്പാനിഷ് ലീഗിൽ അൽവറോ അർബലോവയ്ക്ക് കീഴിൽ ആദ്യ ജയം തേടിയാണ് റയൽ മാഡ്രിഡ് കളത്തിലിറങ്ങുന്നത്. കോപ്പ ഡെൽ റേയിലെ അപ്രതീക്ഷിത തോൽവിയിൽ നിന്ന് കരകയറാൻ ഇറങ്ങുന്ന റയലിനെ ലെവന്റെയാണ് എതിരാളികൾ. സ്വന്തം കാണികൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാനാണ് റയൽ മാഡ്രിഡ് സാന്റിയാഗോയിൽ കളത്തിലിറങ്ങുന്നത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.